ഫെയിൽ ചേച്ചി നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു നമസ്കാരം. കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിച്ചു പോവുകയാണ്. സംഭവം വേറൊന്നുമല്ല, ടി വി തുറക്കാൻ വയ്യ, ഓൺലൈൻ തുറക്കാൻ വയ്യ, സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും തുറക്കാൻ വയ്യ. എല്ലാത്തിനകത്തും പീഡന കഥകളും പീഡന പരമ്പരകളുമാണ്. നമ്മുടെ അമ്മ സംഘടനയുടെ AMMA സംഘടനയിലെ ഓരോ നടന്മാർക്കെതിരെ ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചുകൊണ്ടാണ് പീഡനാരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ വന്നു, സിദ്ദിഖ് രാജിവെച്ചു. അതും വളരെ നീചമായിട്ടാണ് സിദ്ദിഖ് ആ യുവതിയെ പീഡിപ്പിച്ചത്, യുവനടിയെ പീഡിപ്പിച്ചത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സിദ്ദിഖ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നും, സിദ്ദിഖ് പച്ചയ്ക്ക് അശ്ലീലം പറഞ്ഞുകൊണ്ട് ആ യുവതിയെ കടന്നു പിടിച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത്. പിന്നീട് ആ യുവതി പരാതിക്കൊക്കെ പോയിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങളൊന്നും അത് വലിയ കാര്യമാക്കിയില്ല. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ആഘോഷിക്കാൻ ഒരു വകയുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ രംഗത്താണ്. നമുക്കത് അവിടെ നിർത്താം. എന്തായാലും അത് കഴിഞ്ഞപ്പോ രഞ്ജിത്തിന്റെ കേസ് വന്നു. രഞ്ജിത്ത് ആണെങ്കിൽ രാജിവെക്കില്ല എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചു നിന്നു. അവസാനം സിദ്ദിഖ് രാജിവെച്ചപ്പോ രഞ്ജിത്തിന് കോൺഫിഡൻസ് പോയി, രഞ്ജിത്ത് രാജിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മന്ത്രി പറയുന്നത് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ ഒരു വകുപ്പുമില്ല. ഇവർ രണ്ടുപേരും പീഡിപ്പിച്ച നടിമാർ വന്ന് പരാതി തരട്ടെ. ആ നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പൊ ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറയുന്നത് പോലെയാണ് സജി ചെറിയാന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. പീഡിപ്പിച്ച നടി വന്ന് പരാതി തരട്ടെ. പക്ഷേ അപ്പോ ഇവരെ തിരിഞ്ഞു കൊത്തിയ ഒരു റിപ്പോർട്ടുണ്ട്. സോളാർ കമ്മീഷന്റെ വിഷയത്തില് സജിതയുടെ ഒരു കത്ത് മാത്രം മതിയായിരുന്നു ഇവർക്ക് കേസെടുക്കാനായിട്ട്. അതെ. പക്ഷേ ഇപ്പോ ഇപ്പോ ഇവർക്ക് പീഡിപ്പിച്ച നടി വേണം, നടി വന്ന് പരാതി തരണം, പോരാത്തതിന് നടി തെളിവ് കൊണ്ടുവരണം, തെളിവ് നമ്മൾ ഫാക്ട് ഫൈൻഡിങ് നടത്തണം. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഇടയില് ഉം, നമ്മുടെ സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ആ നടി ഇപ്പോ വന്ന് പറഞ്ഞിരിക്കുന്നത് 2013 അന്നത്തെ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചെന്നാണ് പറഞ്ഞത്. ഇപ്പൊ മാധ്യമങ്ങളെല്ലാം ഈ സൂപ്പർ സ്റ്റാറിന്റെ പറയാൻ കുറഞ്ഞതൊരു മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെ പേരിലും കുറഞ്ഞൊന്നും നമ്മൾ അല്ല 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 പ്രതീക്ഷിക്കുന്നില്ല. അല്ല. ആ ആ അതുകൊണ്ട് ആ സൂപ്പർ, നമുക്ക് അതിലേക്ക് വരാം, അതിലേക്ക് അതെനിക്കറിയാം. വരാം. ആ നമുക്ക് പറയാം. ആ സൂപ്പർ സ്റ്റാറിന്റെ പേരാണ് ഇപ്പോ ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ കാര്യം, ഈ സോണിയ മൽഹാറിന്റെ കേസ്, അതിലും ആളെ കിട്ടിയിട്ടില്ല. അതിന്റെ നെട്ടോട്ടത്തിലാണ് ഇപ്പൊ സിദ്ദിഖിന് തലകൾ ഉരുണ്ടു, തലകൾ, തലവന്മാരുടെ തലകൾ ഉരുണ്ടു എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഈ സോണിയ മൽഹാറിന്റെ കേസ് എനിക്ക് ആദ്യം കേൾക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മോഹൻലാൽ, ലാലേട്ടൻ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം രംഗത്തെത്തുന്നുണ്ട്. ഇതെല്ലാ ആംഗിളും നമ്മൾ പരിശോധിക്കണമല്ലോ. ഇത് രഞ്ജിത്ത് അറസ്റ്റിലായപ്പോ കോൺഗ്രസ്സുകാരത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചപ്പോ ഇടവേള ബാബുവിന്റെ രാഷ്ട്രീയം പുറത്തെടുത്തിട്ട്, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പുറത്തെടുത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സൈബർ ഹാൻഡിലുകൾ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോ അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മോഹൻലാൽ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്തുനിന്ന് വേറെ ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കാരണം മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ നടിയെ ഇയാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇതിനകത്ത് രഞ്ജിത്ത് പറയുന്നത്, ഞാൻ കയറി പിടിച്ചിട്ടൊന്നുമില്ല, സത്യം തെളിയും, ഇടതുപക്ഷ സർക്കാരിനെ കളങ്കം ഉണ്ടാക്കാനായിട്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ചമച്ചു വിടുന്ന ആഗോള തലത്തിലുള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പിന്നെ സുധീഷിനെതിരെ ഒരു പീഡനാരോപണം വന്നു. സുധീഷ് ആണെങ്കിൽ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. കാരണം അയാൾക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, എല്ലാത്തിനും ഒറ്റ വരി മറുപടിയാണ് പറഞ്ഞു നിർത്തുന്നത് അയാൾ. ഈ ഒറ്റ വരി പറഞ്ഞപ്പോ എനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോ ഞാൻ വാചാലനാകില്ലേ, ഞാൻ അത് ചെയ്യാതിരിക്കും. എനിക്ക് അവരെ അറിയില്ലാതെ. പക്ഷെ ഇതല്ല, പീഡനം നിങ്ങൾ അവരെ കണ്ടിട്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത ചോദിക്കണം, അപ്പോഴാണ് വരുന്നത്. അവസാനം അയാൾ പറഞ്ഞു അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വ്യത്യസ്തനാകാൻ വേണ്ടിയിട്ട് സുധീർ ഒരു ആരോപണം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഒരു നടി 3 വർഷം എന്നെ കീപ്പായിട്ട് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീർ രംഗത്ത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ സോണിയ മൽഹാറിന്റെ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോണിയ മൽഹാറിനെ നമുക്ക് അറിയുന്ന ഒരാളാണ്. തിരുവനന്തപുരത്തെ തെരുവോരങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് സോണിയ മൽഹാർ. എനിക്കൊക്കെ വർഷങ്ങളായിട്ട് സോണിയെ പരിചയമുള്ള ഒരാളാണ്. സോണിയ ഇടക്കാലത്ത് സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ കാര്യം, സോണിയ ഒരു കള്ളം പറയാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പോ ഈ വന്ന് അഫക്റ്റഡ് ആയിട്ടുള്ള പല ഇരകളും വന്ന് പറയുന്നു എന്തായിരുന്നു സിനിമാ മേഖലയിൽ എന്നുള്ളത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിലേറെ ഗുരുതരമായിരുന്നു കാര്യങ്ങൾ, അതിൽ പറഞ്ഞതിലേറെ ഗുരുതരമാണ് കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ ഒരു സംശയത്തിൽ ഈ നടിമാരൊക്കെ യഥാർത്ഥത്തിൽ ഹേമ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ ഇപ്പോൾ അവർ തുറന്നു പറയാൻ കാട്ടുന്ന ആർജവം അത് വലിയ കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വലിയ ഇവരെ ശിക്ഷിക്കാൻ കഴിയും. ഇത്രയും കാലം ഇരകളാക്കി വേട്ടക്കാരായിരുന്നവർക്ക്
അല്ലെങ്കിൽ ഇരകൾക്ക് നീതി കിട്ടാൻ വേട്ടക്കാരായിരുന്നവരെ ശിക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം ഒരുപാട് വർഷം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഗുണം ഇതിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇവിടേക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ്. സോണിയുമായി ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു. സോണിയ ആളെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല, ഞാനത് ചോദിച്ചുമില്ല. പക്ഷെ ആൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന, ഏകദേശ സൂചനകൾ എനിക്കുണ്ട്. ആ സൂചന ഇവിടെ പങ്കുവയ്ക്കാമോ? എന്തോ ആ സൂചന ഇവിടെ പങ്കുവയ്ക്കാമോ? സൂചന 2013 തൊടുപുഴയിലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഇപ്പോ ഒരു മുൻനിരയിലേക്ക് വന്നിട്ടുള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മുൻനിരയിലുള്ള ഒരു നായക നടൻ തന്നെയാണ്. നിരവധി യുവനടനാണോ? അഭിനയിച്ചിട്ടുള്ള നടനാണ്. എന്തോ യുവനടനാണോ? യുവനടനാണോ? യുവനടൻ ഒരു 40-42 വയസ്സിനിടയ്ക്കുള്ള ഒരു നടനാണ്. എറണാകുളത്തുള്ള നടനാണ്. ചെറിയ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അന്വേഷിക്കാൻ ഇത് ആരാണെന്ന് കണ്ടെത്താൻ പോയത് ആദ്യം ഈ സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് ചിലർ കണ്ണുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇത് ആരാണെന്ന ഒരു അന്വേഷണം. ഞാൻ ആ സമയത്ത് അവർ പറഞ്ഞ സൂചനകളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഓഫീസ് സ്റ്റാഫായി അവർ അഭിനയിച്ച സിനിമയാണ്. അപ്പൊ ഈ സൂചനകളെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഒരു നടനാണ് എന്നുള്ളതാണ്. അവരുടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവര് പേര് പറയാത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ പേര് പറയുന്നില്ല. പക്ഷെ പേര് പേര് പറയുന്നത് ശരിയല്ല. കാരണം അതെ അവര് പേര് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ പേര് പറയുന്നത് ശരിയല്ല. പേര് പറയാമായിരുന്നു. പറയാൻ നമ്മൾ ആ പേര് പറയുന്നത് ശരിയല്ല. രമ്യ നമ്പീശൻ അഭിനയിച്ച ഒരു സിനിമയുടെ അവർ അത് പറഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു WCCയിൽ ഒരു നടി അഭിനയിച്ച ഒരു സിനിമയുടെ നായകനായിരുന്നു. രമ്യ നമ്പീശൻ അഭിനയിച്ച ഒരു സിനിമയുടെ നായകനായിരുന്നു എന്നുകൂടി ഞാൻ പറയുന്നു. ഇത്ര ഇത് കൂടുതൽ ഇനി പറയാൻ നിവർത്തിയില്ല. കാരണം അവർ പേര് പറയാൻ താടി വെച്ചിട്ടുള്ള ഒരു നടനാണ്. അതെ ഇത്രയും ആനയുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ്. വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ജനങ്ങളെ എന്റർടൈൻ ചെയ്തൊരു നടൻ കൂടിയാണ്. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. മിമിക്രിയിലൂടെ കടന്നു വന്ന ഒരു നടനാണ്. അതെ അപ്പൊ ഇതിൽ നിന്നെല്ലാം കടന്നു വന്ന ഒരു നടനാണ്. ആനയുമായിട്ട് ബന്ധപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ പല ആൾക്കാർ ജയറാമിന്റെ പേര് പറയും കേട്ടോ. ഒരിക്കലുമല്ല, അത് വേറെ, ഇത് വേറെ, അത് വേറെ. അത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാം തലമുറയിലെ ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിലെ ഒരു നടനാണ്. സാധാരണഗതിയിൽ നമ്മൾ അത്തരത്തിലുള്ള നടന്മാരെ ഇപ്പോ സിനിമാ ഫീൽഡിൽ ഇപ്പോഴത്തെ നടന്മാരെ അങ്ങനെ നടൻ മാത്രമല്ല, അയാൾ പ്രൊഡ്യൂസറും കൂടെയാണ്. പ്രൊഡ്യൂസറും കൂടെയാണ്. കുറച്ച് ആത്മീയതയുടെ അസ്ഥിതയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഒക്കെ കാണാം. ആത്മീയതയുടെ അസ്ഥിതയൊക്കെ ആയിട്ട് ഫേസ്ബുക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും. ആ വിഷയം നമുക്ക് വിടാം. എന്തായാലും ആ വിഷയം നമുക്ക് വിടാം. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? സജി ചെറിയാൻ പറയുന്നു. നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന്റെ പിന്നിലും ഇത്രയും കാലം പുറത്തു വരാതിരുന്നതിന്റെ പിന്നിലും ഒക്കെയുള്ള കാരണങ്ങൾ ഇപ്പോഴാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇത് മറ്റു പലരിലേക്കുമാണ് ആദ്യഘട്ടത്തിൽ സൂചനകളൊക്കെ പോയത്. ഈ സാധാരണഗതിയിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗോസിപ്പ് കോളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില നടന്മാരിലേക്കാണ് ലക്ഷ്യം വെച്ച് പോയത്. പക്ഷെ അതിലും എത്രയോ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ, അത് മൾട്ടിപ്പിൾ ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് തൊഴിലിടങ്ങളിലെ പീഡനം, സ്ത്രീകളെ സ്ട്രോക്ക് ചെയ്യുക, സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിക്കുക, ചിലർ ബലാത്സംഗം ചെയ്യുക, ചിലർ കയറി പിടിക്കാൻ ശ്രമിക്കുക, ചിലർ ട്രൈ ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്പിൾ ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുരക്ഷയോടുകൂടി എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഒരു സിനിമാ സെറ്റിലേക്ക് പോകാൻ കഴിയും? അതാണ് ഇപ്പോ ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ വിഷയം. അല്ല, അതിലും വലിയൊരു കാര്യം എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് ചേച്ചി, ഇതില് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെ ഇത്തരത്തിൽ ഇപ്പൊ വേലി തന്നെ വിളവ് തിന്നിയാന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു സംഭവം. ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടിയുണ്ടല്ലോ, ഈ യുവനടി നേരത്തെ ഈ ആരോപണം ഉന്നയിച്ചതാണ്. ഓക്കെ, ഫൈൻ. ഈ യുവനടി നേരത്തെ തന്നെ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള അഭിൽ ദേവ് എന്ന് പറയുന്ന ഒരാൾക്ക് എതിരെ കൂടെ ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ആരോപണം ഉന്നയിച്ച ആ സമയത്ത് ഈ അഭിൽ ദേവ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർക്കെതിരെ, ഈ നടിക്കെതിരെ തിരിച്ചും അയാൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ യുവനടി, സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച ഈ യുവനടി ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ നിന്നും ബാക്കി അവരുടെ സഹപാഠിയുടെ നഗ്നചിത്രം ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചുവെന്നും അങ്ങനെ അവിടെ നിന്നും പുറത്തായി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ട് എന്നുമാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് അറിയില്ല. അതൊക്കെ ഇനി അന്വേഷണം വരുമ്പോൾ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പോരാത്തതിന് 30ഓളം കുട്ടികൾ ഇവർക്കെതിരെ അവിടെ പെറ്റീഷൻ നൽകിയിട്ടുണ്ടെന്നും ആ പെറ്റീഷൻ നൽകിയ പെറ്റീഷന്റെ പുറത്താണ് ഇവരെ അവിടെ നിന്ന് പുറത്താക്കിയതെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കുക്ഡ് അപ്പ് സ്റ്റോറികളും ആകാമല്ലോ. ഇപ്പൊ ഒരു യുവതിക്കെതിരെ എന്തോരം കഥകൾ ആർക്കെതിരെ വേണമെങ്കിൽ ഈസി ആയിട്ട് അടിച്ചിറക്കാമല്ലോ. അതൊക്കെ പിന്നെ പോലീസ് അന്വേഷണം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്.
അപ്പൊ അങ്ങനെ ഒരു തീർച്ചയായും ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആരോപണവുമായിട്ട് വന്ന യുവതികളുണ്ടല്ലോ. ആരോപണവുമായിട്ട് ഈ വന്ന യുവതികള് മോശക്കാരികളാണെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് അതിലൊരു നിയമത്തിന്റെ ഒരു പഴുതുണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഇവർ നേരത്തെയും ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു, ഇവർക്കെതിരെ ഇങ്ങനെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആ, ഒരു രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഈ ഭൂരിഭാഗം സ്ത്രീകളും അതിൽ ഈ സോണിയ മൽഹാർ പോലെയുള്ള ആൾക്കാർ പറയുന്നത്, എനിക്ക് എന്റെ കയ്യിൽ കാശില്ല ഇതിന് പോകാനായിട്ട്. നിയമപരമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, നിയമപരമായിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ കാശ് വേണം. കാശ് വേണം. രണ്ടാമത്തെ കാര്യം നമുക്ക് അതെ. സമയം വേണം. മൂന്നാമത്തെ കാര്യം ഇത് ഭയങ്കര, ഈ നിയമവ്യവഹാരം എന്ന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോടതിയിൽ നമ്മൾ നേരിടേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീത്വത്തെ തന്നെ, എന്താണ്, ഇപ്പൊ നമ്മൾ പുറമെ ഇങ്ങനെ പറയുമെങ്കിലും കോടതിയിൽ വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ തൊഴിലിഞ്ഞു പോകുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് റെഡിയായിട്ട് തയ്യാറായിട്ട് നിൽക്കാത്തത്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ സിദ്ദിഖായിരുന്നാലും രഞ്ജിത്തായിരുന്നാലും ഇനി ഈ ചേച്ചി പറഞ്ഞ മറ്റേ നടനായിരുന്നാലും അവർക്കൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട്, എല്ലാത്തിലും ഒരു പണമുള്ള ആൾക്കാരാണ്. അപ്പൊ ആ പണത്തിന്റെ ആ ഒരു കൊഴുപ്പ് അവർ കാണിക്കും എന്നുള്ളതാണ് ഈ നടിമാരെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. തീർച്ചയായും അതെ. ഒരു വക്കീലിനെ വെക്കണേ തന്നെ നമുക്കറിയാം, ഒരു കേസിൽ ഒരു വക്കീല് കോടതിയിൽ ഹാജരാവണമെങ്കിൽ എത്ര കാശ് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ വലിയ വക്കീലന്മാരെ വെച്ച് അവർക്ക് കേസ് നടത്താനും കഴിയും. ആ സാഹചര്യത്തിൽ ഈ നടിമാരൊക്കെ പറയുന്ന, പ്രത്യേകിച്ച് താരതമ്യേന ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റു നടിമാരും ഒക്കെ പറയുന്നത് ശരി തന്നെയാണ്. മറ്റ് ഇപ്പോ നമുക്ക് ഏതായാലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഒരു കേസിലെ അതിജീവതയും ഒപ്പം മറ്റ് ചിലരും ഒക്കെ നടത്തിയ, അവർക്ക് സാമ്പത്തികമായി സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടായിരിക്കാം അവരൊക്കെ നടത്തിയ ആ ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടായെങ്കിലും അല്ലെങ്കിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്. ഇത് വളരെ താമസിച്ചു പോയത് കൊണ്ട് പല കേസുകളും തെളിവൊന്നും എടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് നടക്കുന്ന കാര്യമല്ല. എവിടെ നമ്മൾ ഈ പഴയ കേസുകളിലൊക്കെ പോയി ഒരു CCTV ദൃശ്യങ്ങൾ പോലും ചിലപ്പോൾ ലഭ്യമായി എന്ന് വരില്ല. ഇവിടെ ഗുരുതരമായ ചില കാര്യങ്ങൾ ആ പെൺകുട്ടി ആരോപിക്കുന്നു. ഒന്ന്, സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ നടന്നത് എന്നുള്ളതാണ്. ഈ മാസ്കോട്ട് ഹോട്ടൽ ആരാണ് അത് ഹോൾഡ് ചെയ്യുന്നത്, അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഗുരുതരമായ, അതായത് സർക്കാരിന്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സർക്കാരിന്റെ കീഴിലുള്ള ഹോട്ടലിൽ ഇത് നടക്കുന്നു എന്നുള്ളത് ഏറെ ഗുരുതരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായി സിനിമയിൽ നിൽക്കുന്ന, സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എന്താണ് പറഞ്ഞത്? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺക്ലേവ് വിളിക്കും എന്നുള്ളതാണ്. ഇപ്പൊ രഞ്ജിത്തും അതെ. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ അമ്മയുടെ പ്രസിഡന്റും ഇരിക്കേണ്ട സ്ഥലത്ത് രണ്ടുപേരും രാജിവെച്ചിരിക്കുന്നു. ഇനി ആകെ കോൺക്ലേവ് നടത്താനുള്ള സജി ചെറിയാൻ മാത്രമാണ്. ഇതിനിടയിലെങ്ങാനും സജി ചെറിയാനെ കുറിച്ച് ഇനി വല്ല ആരോപണം ഉണ്ടാകുമോ, ഇനി രാജിവെക്കേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോ കേരളത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്, സിനിമയുമായി ബന്ധപ്പെട്ട 90% പുരുഷന്മാരും ഇത്തരത്തിൽ ആരോപണ വിധേയരാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ചിലര് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും. ബാക്കിയുള്ള സിനിമ ഇൻഡസ്ട്രി മോശം ഇൻഡസ്ട്രിയാണ്, അതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രശ്നവും ഗ്ലാമറും പണവും തന്നെയാണ്. പലപ്പോഴും പെൺകുട്ടികൾ അവിടെ വരില്ല, ഒരു പരാതിക്കും വരില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം തന്നെ നമ്മൾ കണ്ടതാണ്. സിദ്ദിഖ് ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഈ പെൺകുട്ടി വന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയും എന്ന് ഒരു കാലത്തും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, ആ ധൈര്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പോലും എത്ര ഒരു ഉളുപ്പുമില്ലാതെ, ഉളുപ്പെന്ന് തന്നെ പറയേണ്ടി, ഒരു ഉളുപ്പുമില്ലാത്ത പ്രസ്താവനയല്ലേ, ക്രൈമാണ് എന്ന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ക്രൈം ചെയ്യുകയും ആ ക്രൈമിനെതിരെ ഇത് ക്രൈം ആണെങ്കിൽ കേസെടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നതിൽ ഇരട്ടത്താപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ മൾട്ടിപ്പിൾ ക്രൈം നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ക്രൈമിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം CPM-മായി ബന്ധപ്പെട്ട് കേരളത്തിലെ, നമുക്കറിയാം, അമ്മ സംഘടനയാണെങ്കിലും കേരളത്തിലെ സിനിമാ രംഗത്താണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഇടതുപക്ഷത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നത്. ഇടതുപക്ഷത്തെ സാംസ്കാരിക നായകന്മാർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം സാംസ്കാരിക രംഗത്തും എഴുത്തിന്റെ രംഗത്തും അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ, സാഹിത്യ രംഗത്തുമൊക്കെ അവർ കാണിച്ചു കൂട്ടിയ വിക്രികൾ പുറത്തു വരും. അതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ ഇവിടെ പലർക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മാധ്യമപ്രവർത്തകർക്ക് ചിലർക്ക് മിണ്ടാൻ കഴിയില്ല, പോലീസുകാർക്ക് ചിലർക്ക് മിണ്ടാൻ കഴിയും. പോലീസുകാർ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് മിണ്ടാതിരിക്കാൻ ഒരു കാര്യമെങ്കിലും പറയാം. ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്തവരുടെ നീണ്ട നിരയുണ്ടാകുന്നത് സ്ത്രീ സമൂഹത്തിൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എത്ര പേരാണ് ധൈര്യത്തോടെ വന്ന് പറയുന്നത്? ഇന്ദ്രൻസോ അങ്ങനെ ഒന്നോ രണ്ടോ പേരാണ് പറഞ്ഞത് ഞാൻ വാതിൽ തട്ടിയിട്ടില്ല, ഞാൻ വാതിൽ മുട്ടിയിട്ടില്ല എന്നുള്ളത്. ചിലർ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഇപ്പോ അതെ, അങ്ങനെ ജഗദീഷിന്റെ നിലപാട് അതിൽ വളരെ നിർണായകം. ആ കൃത്യസമയത്ത് തന്നെ ജഗദീഷ് എടുത്ത നിലപാടാണ് അതിൽ നിർണായകം. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര പേർ ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്?
ഞാൻ പറയുന്നത് സജി ചെറിയാൻ കേസ് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ ആ ക്രൈമിൽ മാറ്റി പറഞ്ഞു മാറ്റി നടന്നു പറഞ്ഞു. എന്നറിയുന്ന സമയത്ത് തന്നെ കേസ് എടുക്കാൻ കഴിയും. കാരണം ലളിതകുമാരി കേസിൽ ഇതുമായി സംബന്ധിച്ചുള്ള വിധിയുണ്ട് 166 ഇനി അഥവാ ഇതിൽ കേസ് എടുത്തില്ലെങ്കിൽ കേസ് എടുക്കാത്ത ഈ ക്രൈം അറിഞ്ഞിട്ട് കേസ് എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അത്തരത്തിൽ അത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നവർക്കെതിരെ പോലും കേസ് എടുക്കാൻ വകുപ്പുണ്ട്. 166 വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കാവുന്നതാണ്. എന്നിട്ട് പറയുന്നത് കേസ് എടുക്കാൻ കഴിയില്ല. കേസെടുത്താൽ ശരിയാണ് സജി ചെറിയാൻ പറയുന്നത് മൊഴി നൽകാനോ അല്ലെങ്കിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതിന് തയ്യാറാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ശരിയാണ് അവർ പറഞ്ഞത്, പണത്തിന്റെ വലിയ പ്രശ്നമുണ്ട്, സമയത്തിന്റെ പ്രശ്നമുണ്ട്. അവരൊക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഈ സാധാരണഗതിയിൽ പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളെ ഒരാൾ ഒരു വാക്കുകൾ കൊണ്ട് പോലും ഹേർട്ട് ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ എടുക്കുന്ന സമയം വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമാണ്. ശരീരത്തിന് ഏൽക്കുന്ന ക്ഷതത്തെക്കാൾ ഉപരി ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം വലിയ പ്രശ്നമാണ്. ശരീരത്തിന് ഏൽക്കുന്ന ക്ഷതം നമ്മുടെ ആ വേദന തീരുമ്പോൾ മാത്രം തീർന്നു പോകുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഈ ഒരു ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം അത് അതുപോലെ എന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്തു വന്ന ശേഷം വീണ്ടും ആ ഓർമ്മകളിലേക്ക് പോകുക. ആ പെൺകുട്ടി പറയുന്നുണ്ട്, സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ തനിക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം പെൺകുട്ടി പറയുന്നുണ്ട്, ഒരാൾ അത്രയും ഉപദ്രവിച്ച ശേഷം ഒരാൾ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുക്കണം, ഞാൻ വളരെ മാന്യനാണെന്ന് ശരീരഭാഷ ധ്വനിപ്പിക്കുന്ന രീതിയിൽ, അത് വളരെ മാന്യമായ രീതിയിൽ വളരെ മാന്യനാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ രണ്ട് സ്ത്രീകളെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുത്തിക്കൊണ്ട് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനമായിരുന്നു അത്. എനിക്ക് അറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വാർത്താ സമ്മേളനം ആ ശരീരഭാഷയാണ് നമ്മൾ സിദ്ദിഖിൽ കണ്ടത്. രഞ്ജിത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി രഞ്ജിത്തിനെ സംബന്ധിച്ച് പലവിധ ആരോപണങ്ങളുണ്ട്. രഞ്ജിത്ത് ഇതിൽ പറഞ്ഞു, ഞാൻ പഴയ SFI-കാരൻ, അതുകൊണ്ട് കൂന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ രാഷ്ട്രീയം പോലും വ്യക്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഒരാളാണ് രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിന് ഇത്രയും കാലത്തെ ഇത്രയേറെ ആരോപണങ്ങൾ നിലനിന്നിട്ട് പോലും രഞ്ജിത്തിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു നിവൃത്തിയുമില്ലാതാണ് രഞ്ജിത്ത് ഇപ്പോൾ രാജിയിലേക്ക് പോയിരിക്കുന്നത്. അതും സംഘടനകൾ ഇതിന്റെ പിന്നിൽ വേറൊരാൾ കൂടെ ഉണ്ട് കേട്ടോ. വേറൊരാൾ ഒളിച്ചിരിപ്പുണ്ട്. മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള കമൽ. അതെ കമലിനെതിരെ ചോദിക്കാൻ വരുന്നത്, അതായത് പോക്സോ കേസിൽ പ്രതിയായിരുന്നിട്ട് കൂടി അദ്ദേഹം തന്നെ ഒരു ചാനലിനോട് പറഞ്ഞതാണ്, ഞാനത് സെറ്റിൽ ചെയ്ത കേസാണ് 2013. അപ്പൊ തന്നെ കേസ് എടുക്കണ്ട. 2013 ഞാനത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഒരു കേസാണ്, ആ കേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടത്. ഒരു പോക്സോ കേസ് സെറ്റിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ കേസിൽ അതിലൊരു FIR പിന്നീട് ഇടാതിരിക്കുന്നത്? വളരെ കൃത്യമായി അയാൾ തന്നെ വന്ന് പറയുകയാണ്, വേട്ടക്കാരൻ വന്ന് പറയാണ്, അത് ഞാൻ സെറ്റിൽ ചെയ്ത കേസാണ്. അപ്പൊ എന്ത് സ്ത്രീകളെ ചെയ്താലും കുറച്ച് പണവും രാഷ്ട്രീയമായ എന്തെങ്കിലും ബാക്കപ്പും ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് ഒരു കുഴപ്പവുമില്ലാതെ പോകും എന്നുള്ളതല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത് ഈ സംഘടനകളുടെ ഒരു തൊഴിലിടം. ആ തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന സംഘടന, ഇവിടെ ആകെ ഞാൻ മനസ്സിലാക്കുന്ന സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന മാത്രമാണ് സിനിമാ രംഗത്തുള്ള ഈ സിനിമാ താരങ്ങളുടെ സംഘടന. അതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് ഒരു സംഘടന. അപ്പൊ ഈ ഒരു സംഘടന ഉണ്ടാകുന്നതിന്റെ വലിയ പ്രശ്നങ്ങൾ ഈ ഒരു ഒറ്റ സംഘടന മാത്രമായി ഉള്ളിടത്തുണ്ട്. കാരണം ആ ഒറ്റ സംഘടന മാത്രമുള്ളിടത്ത് ഏകാധിപത്യ സ്വഭാവം വരും. എല്ലാവരും അതിനൊപ്പം നിൽക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇപ്പൊ തന്നെ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ മറ്റൊരു സംഘടന WCC പോലൊരു സംഘടന കുറച്ചു പേരുടെയെങ്കിലും പിൻബലത്തിൽ ഉണ്ടായപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടികളെ അഭിനന്ദിക്കുകയാണ് വേണ്ട. അവരുടെ ജീവിതം അവർക്കറിയില്ല, നാളെ നടന്നു പോകുന്ന വഴിയിൽ അവരെ ആക്രമിക്കപ്പെടുമോ എന്നറിയില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ വണ്ടി ഇടിച്ചു കൊല്ലുമോ എന്നറിയില്ല. അതൊക്കെ നിലനിൽക്കുമ്പോഴും ഏത് തരത്തിലാണ് അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് അറിയാത്തപ്പോഴും ഒരു വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് നിന്ന WCC അംഗങ്ങളെ വളരെ കൃത്യമായി തന്നെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവരുടെ അഭിനന്ദനത്തിന്റെ ഫലമാണ് സത്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ രണ്ട് രാജികളും അതുപോലെ തന്നെ ഇനി പുറകെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവരെ രണ്ടിനെ രാജിവെപ്പിക്കാമെന്നല്ലാതെ മറ്റുള്ള ഇപ്പോൾ റിയാസ് ഖാനെതിരെ ആരോപണം വരുന്നു. പോലീസ് കേസെടുത്ത് ഒരാൾക്കെതിരെ കേസെടുത്താൽ എല്ലാവർക്കും എതിരെ കേസെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ രഞ്ജിത്തിന്റെയും അതുപോലെ തന്നെ സിദ്ദിഖിന്റെയും ഒക്കെ ബലത്തിൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. കാരണം അവർക്കെതിരെ കേസെടുക്കാൻ സർക്കാർ മടിക്കുന്നതുകൊണ്ട് താഴെത്തട്ടിൽ ആര് ഉപദ്രവിച്ചാലും കേസെടുക്കാൻ കഴിയില്ല. ഒരാൾക്കെതിരെ കേസെടുത്താൽ എല്ലാവർക്കും എതിരെ കേസെടുക്കണം. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMന്റെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയധികം ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങളാണ് നടത്തുന്നത്? ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ ഓടി നടക്കുന്നു. പിന്നെ ആർത്തവ കവാടം നിർമ്മിച്ച് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നു. സത്യത്തിൽ ഇതൊക്കെ ചെയ്യുന്ന അതുപോലെ താലി ചുട്ടിരിക്കുന്നു. സത്യത്തിൽ ഈ സ്ത്രീകളെ ഉപയോഗിക്കാൻ, സ്ത്രീകളെ ബുദ്ധിയില്ലാത്ത തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. സ്ത്രീകളെ ഈ പുരോഗമനം പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ചെയ്താൽ പുരോഗമനമാണെന്ന് കാണിച്ചുകൊണ്ട്, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ വിശാല ലോകത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ ഉപയോഗിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റുന്നു. ഇന്നലെ തന്നെ നമുക്കറിയാം രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്ത് നടത്തിയ ഒരു പ്രസ്താവന, ബംഗാളി സ്ത്രീ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. ആ സിഗരറ്റ് എന്നുള്ളത് അയാൾ എടുത്തു പറയുന്നുണ്ട്.
അത് അതെ. പീഡനത്തിന് അയാൾ ചെയ്ത പ്രശ്നത്തിനെ മറയ്ക്കാൻ വേണ്ടി അവർ സിഗരറ്റ് വലിക്കുന്നു എന്ന കാര്യത്തെ എടുത്തിടുകയാണ്. അപ്പോൾ കൂടെ അതെ. നിൽക്കുമ്പോൾ സിഗരറ്റ് വലിക്കാനും പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ നിന്ന് തന്നെ ആ, അങ്ങോട്ടും ഇങ്ങോട്ടും സിഗരറ്റ് വാങ്ങിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്നവർ പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ ഈ സ്ത്രീകളെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ഈ അല്ല, മദ്യപാനത്തെയും അവര് മയക്കുമരുന്നിനെയും സിഗരറ്റ് ഇവരെല്ലാം വലിക്കുന്നു എതിർക്കുന്ന ആളാണ്, അതിനെ എന്ന്, അനുകൂലിക്കുന്നു എന്നല്ല അതെ, ഞാൻ അവര് പറയുന്നത്. ആ അവര് സിഗരറ്റ് ധാരണ വേണ്ട. വലിക്കുന്നു എന്ന് കണ്ടത് കൊണ്ട്, അവര് സിഗരറ്റ് വലിക്കുന്ന സ്ത്രീ അതെ ആയതുകൊണ്ട് അവരൊരു മോശക്കാരി ആയിരിക്കും എന്ന് വിചാരിച്ച ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. അതെ അതെ അതാണ് ഞാൻ പറയുന്നത്. ഈ സ്ത്രീകളൊക്കെ വന്ന് സ്ത്രീകളെ ഇപ്പൊ ഏതെങ്കിലും ഒക്കെ സ്ത്രീ വന്ന് പറയുന്നു, നമുക്ക് ഈ സിനിമയ്ക്കകത്തെ സ്ത്രീകൾ മാത്രമല്ല, ഈ സിനിമാ താരങ്ങളെ കൊണ്ട് പൊറുതി മുട്ടുന്ന നിരവധി സ്ത്രീകൾ വേറെയുമുണ്ട്. ഫേസ്ബുക്കിലൂടെയുള്ള ചാറ്റുകൾ, ചില ആൾക്കാരെ എനിക്കറിയാം, ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത ചില സംഭവങ്ങൾ എനിക്കറിയാം. അങ്ങനെ അത്തരത്തിലുള്ളവരെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന വാഗ്ദാനം നൽകുന്നത് മനസ്സിലാക്കാൻ ഉം. സാധിക്കും. ഞാൻ ഒരിക്കൽ എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഫോട്ടോ, ഞാൻ ഇച്ചിരി ഫോട്ടോജനിക്കാണ്, അപ്പൊ ഫോട്ടോ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല തോന്നും. ഒരു ഫോട്ടോ കണ്ട ഒരാൾ എവിടെ നിന്നോ, ഞാൻ എന്റെ ഓപ്പൺ പ്രൊഫൈലാണ്, ഞാൻ ഈ സോഷ്യൽ വർക്ക് ഒക്കെ ഉം. ചെയ്യുന്നതുകൊണ്ടും പത്രപ്രവർത്തക ആയതുകൊണ്ട് ഉം. എനിക്ക് പൂട്ടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സാധാരണഗതി എന്നെ ഫോളോ ഉം. ചെയ്യുന്ന ഉം. ആൾക്കാർക്ക് ആരോ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഫേസ്ബുക്കിലൂടെ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുക. ഓഹോ. ആദ്യത്തെ ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ അപ്പോ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അത് ഞാനൊരു സംവിധായകന്റെ അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, അസിസ്റ്റന്റ് ആണോ കാസ്റ്റിംഗ് നടത്തുന്നത് എന്ന് ഞാൻ തിരികെ ഉം. ചോദിച്ചു. ഉം. അപ്പൊ അതല്ല, ഞാൻ പറഞ്ഞ സാറ്, ഞാൻ ചോദിച്ചു സാർ ആരാണ്, സാറിന്റെ പേര് പറഞ്ഞു. ഏതോ ഉം. ഒരു പുതിയ ആള്. നമുക്ക് സിനിമയിൽ അത്യാവശ്യം ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് എന്താണ് ഉം. പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല. ഇയാൾക്ക് ഞാൻ ആരാണെന്നോ ഉം. എന്റെ ഉം. പ്രൊഫൈല് പോലും നോക്കിയിട്ടില്ലെന്ന് വ്യക്തം. എന്റെ പ്രൊഫൈൽ വളരെ ഉം. ഉം. കൃത്യമായി ജേർണലിസ്റ്റ് ആണെന്നും ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന പൊസിഷനുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള പ്രൊഫൈലാണ്. അപ്പോ എന്നോട് ചോദിക്കുന്നു, ആ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നും അറിയില്ല. ഉടനെ എന്നോട് പറഞ്ഞു, ഇപ്പൊ സിനിമയിൽ അഭിനയം ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യും, എന്നെ സ്ക്രിപ്റ്റിൽ അസിസ്റ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞു അതെന്താ അഭിനയിക്കേണ്ട എന്ന് ഓ. പറയുന്നത്? അപ്പൊ പറയാല്ല, ഇപ്പൊ ഉം. ബിഹേവിയർ ആണ് അത്ര. ഞാൻ പറഞ്ഞു എന്റെ ബിഹേവിയർ വളരെ മോശമാണ്, ആ ബിഹേവിയർ നിങ്ങൾക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ സിനിമയിൽ അഭിനയിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാനപ്പോ അയാളെ ഉം. ബ്ലോക്ക് ചെയ്തു. ഈ ചെറിയ ഉം. കുട്ടികൾ, നമുക്ക് ഇത്രയും പ്രായമായി, നമുക്ക് സിനിമയോട് അഭിനിവേശമില്ല, നമ്മളുടെ മേഖല വേറൊന്നാണ്, അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്താണ് നടക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി. നേരെ മറിച്ച് സിനിമയോട് താല്പര്യമുള്ള, സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരണ്ട എന്ന് പോലും ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും സിനിമയിൽ ഒരു അവസരം കേട്ടാൽ എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങുന്ന ചിലരെങ്കിലും ഉണ്ട്. അത്തരത്തിലുള്ള ഉം. ആൾക്കാർ ഉം. ഉപയോഗിക്കുന്ന കഥകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉം. നമുക്കറിയാം, ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ വലിയ പോളിസികളുള്ള കമ്പനികളുണ്ട്, ചില കമ്പനികൾ. ആ കമ്പനികളിലൊക്കെ അവർക്ക് ഈ 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സിനിമാ താരങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്നൊരു ഉം. വലിയ ഡയറി എടുത്ത്, സിനിമാ താരങ്ങളുടെ നമ്പർ ഉള്ള ഒരു ഡയറി എടുത്ത് ഇൻഷുറൻസ് ഏജന്റുമാർക്ക് കൊടുക്കുന്ന പതിവുണ്ട്. അവരെന്തോ ഉം. ഇൻഷുറൻസ് ഏജന്റുമാർക്ക് കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ കുത്തിയിരുന്ന് വിളിക്കും, ആ വരൂ കാണാമെന്നൊക്കെ ഉം. പറയും. ചിലപ്പോൾ 1-2 ലക്ഷം രൂപയുടെ പോളിസി ഇവർ എടുക്കുന്നുണ്ടാവും. പക്ഷെ ആ പോളിസി ക്ലോസ് ചെയ്ത പിറ്റേന്ന് മുതൽ, അല്ലെങ്കിൽ ആ പോളിസി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീകളെ വിളിക്കുന്ന ചില കഥകൾ ഉം. എനിക്കറിയാം. എന്നോട് ചില ആൾക്കാർ, ചില ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് ഏജന്റുമാര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോലും അതിശയം തോന്നും, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ആരാണെന്ന് പോലും ഉം. അറിയാത്ത, ഉം. ഉം. ഫോണിൽ സംസാരിച്ചതിന്റെ പേരിൽ മാത്രം ഒരു സ്ത്രീയെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവരോട് കിടക്ക പങ്കിടാൻ പറയുന്ന ഈ പുരുഷന്മാർ, ഇത് സിനിമയുടെ മാത്രം പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു മേഖലയിലും ഇത്രയധികം പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഉം. ഉം. തങ്ങൾക്ക് പണമുള്ളത് കൊണ്ടും തങ്ങൾക്ക് നാട്ടുകാർ അറിയുന്നത് കൊണ്ടും സ്റ്റാർഡം ഉള്ളത് കൊണ്ടും എല്ലാ സ്ത്രീകളും അതിന് വില്ലിങ് ആകും എന്ന ധാരണ, പിന്നെ ഉം. സിനിമാ ഉം. സെറ്റിലേക്ക് വരുന്ന സ്ത്രീകളെ എല്ലാം കയറി പിടിക്കാമെന്ന ധാരണ, അതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്? നേരത്തെ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ, ആ പ്രതികരിക്കുക സെറ്റിൽ മാത്രമല്ല പുറത്തു അതെ. പറയാനെങ്കിലും, പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നീട് വേഷം കിട്ടാതെ വന്നു. എന്നാൽ ഇത് പുറത്തു ഉം. പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും പേടി ഉണ്ടാക്കാമെന്നല്ലാതെ, ഇതിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ കേസെടുക്കാം. പക്ഷെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഒരു ക്രൈം നടന്നാൽ കേസെടുക്കണം. അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അവർക്ക് കേസ് നടത്താൻ കേസ് നടത്തി വിജയിക്കുമോ എന്നുള്ളതൊന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി ചിന്തിക്കേണ്ട കാര്യമല്ല. ഈ കേസെടുക്കുമ്പോൾ ചിലപ്പോ ആ തെളിവുകൾ വരും, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിൽ കേസെടുക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകൾ പറയുന്ന സ്ഥലത്ത് പോയി മൊഴിയെടുക്കണമെന്നാണ്. കുറച്ചുകൂടി നിയമം വളരെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രൈമിന് എവിടെ വേണമെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് ഭാരതീയ നാഗരിക് സുരക്ഷ BNS നിയമം അനുസരിച്ച്, ന്യായ സംഹിത ഇതും അനുസരിച്ച്
ഇപ്പോ എവിടെ വേണമെങ്കിലും FIR ഇടാം എന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസുകൾ എടുക്കാതെ ഇപ്പോൾ സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്നതിന്റെ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്തിലൂടെയും അതുപോലെ തന്നെ സിദ്ദിഖിലൂടെയും ഒക്കെ പുറത്തു വരുന്നത്. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 25 പാരഗ്രാഫ് മാറ്റാൻ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞപ്പോൾ 129 പാരഗ്രാഫാണ് മാറ്റിയിരിക്കുന്നത്. അതിലെന്താണുള്ളത് ഇനി നമുക്കറിയില്ല. നമ്മളിപ്പോ പറയുന്ന ഈ പാരഗ്രാഫിലൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാം വാഴക്കുലയുടെ പ്രശ്നം വന്ന സമയത്ത് ചിന്തയുടെ ഗവേഷണ പ്രബന്ധം എഴുതാനായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെ നിന്നോ 2 ഡോക്ടേഴ്സിനെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്ന് മാറ്റി എഴുതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവേഷണ പ്രബന്ധം തിരുത്തി എന്നുള്ളതാണ് എന്നോട് ഒരു റിസർച്ച് സ്കോളർ തന്നെ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പോ ഇനി ആരെങ്കിലും വെച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരുത്തി എഴുതിക്കുവാന്നോ എന്നറിയില്ല. ജസ്റ്റിസ് ഹേമയ്ക്ക് വന്ന് പറയാൻ കഴിയില്ലല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരുത്തി എഴുതിപ്പോയി എന്ന് പറയാൻ കഴിയില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ ഇനി അത് തിരുത്തി എഴുതുവാണോ ഈ സമയം കൊണ്ടെന്ന് അറിയില്ല. കാരണം കോടതി ചോദിച്ചപ്പോഴും കോടതിയിലേക്ക് ഈ സാധനം കൊടുക്കുന്നതിന് മുമ്പ് തിരുത്തി എഴുതിയിട്ടാണോ ഈ രേഖകൾ നൽകുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ അറിവ് നമുക്കില്ല. നമ്മളാരും ഇത് കണ്ടിട്ടില്ല. എന്തും ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തെളിവുമായി വന്ന അല്ലെങ്കിൽ കൃത്യമായി കേസ് കൊടുത്ത ഒരു പോക്സോ കേസിലെ പ്രതി, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാനും അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കോംപ്രമൈസ് എങ്ങനെ കോടതിയിൽ ചെന്നാൽ ആ കോംപ്രമൈസ് നിലനിൽക്കുന്നു? പുറത്തു വെച്ച് സെറ്റിൽ ചെയ്തു എന്നാണ് പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും ഈ പരാതിയുമായി വരുന്ന സ്ത്രീകളെ എനിക്ക് തോന്നുന്നുണ്ട് പുറത്തുനിന്ന് സെറ്റിൽ ചെയ്യാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ പരാതിയുമായി വരാൻ സാധ്യതയുള്ളവരെ സെറ്റിൽ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും സിനിമാ രംഗത്തുള്ളവരൊക്കെ. ഇനി ഈ കോൺക്ലേവ് ആര് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സജി ചെറിയാൻ ആരെ വെച്ച് കോൺക്ലേവ് നടത്തുമെന്നറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് പാർവതി പറഞ്ഞത് ശരിയാണ്. ആരോടൊപ്പമാണ് കോൺക്ലേവ് നടത്തുന്ന പാർവതി അതെ, അത് വലിയ പ്രസക്തമായ ആകാംക്ഷയാണ്. ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കോൺക്ലേവ് തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇരയും വേട്ടക്കാരും രണ്ടുപേരും ഒരു വേദിയിൽ തന്നെ വരുമോ എന്നുള്ള രീതിയിൽ. ഇപ്പോഴിതാ 2 തലകൾ ഉരുണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു സൂപ്പർ സ്റ്റാറിന്റെ തല കൂടെ, ഒരു യുവ സൂപ്പർ സ്റ്റാർ ആണ്, 40 വയസ്സുള്ള. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ സൂചനകളൊക്കെ. ഇനി പറയേണ്ടത് ആ നടി തന്നെയാണ്. അതിനുശേഷം അവരത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓരോ ദിവസം കഴിയും തോറും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ചൂടുപിടിച്ച് വരികയാണ്. കാരണം ഓരോ നടന്മാരുടെ പേരുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നടിമാരെല്ലാം തന്നെ സധൈര്യം പേരുകൾ വന്ന് പുറത്തു പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞു വെച്ചു. അതായത് ഇപ്പൊ ഇവരിൽ പലരും പറയുന്നത് ഇവർക്ക് പണമില്ല എന്നുള്ളതാണ്. ഇവർക്ക് കേസ് നടത്താൻ സത്യത്തിൽ സർക്കാർ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട്, സർക്കാരിന്റെ വക്കീലുണ്ടാവും, നല്ല വക്കീലന്മാരെ. കാരണം സർക്കാരിന് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വക്കീലന്മാർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് നടത്താൻ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ സ്ത്രീകൾക്ക് ഒരു നല്ല അഭിഭാഷകന്റെ സഹായം ഉറപ്പാക്കിക്കൊണ്ട് ഈ സ്ത്രീകൾക്ക് നിയമപരിരക്ഷ കൊടുത്തുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് പിണറായി വിജയന്റെ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഈ സിനിമാ സംഘടനകൾ, ഇപ്പോൾ WCC പോലുള്ള സംഘടനകളും, ആരെങ്കിലും ജെനുവിനായി സ്ത്രീകളെ പീഡിപ്പിക്കാത്ത ആരെങ്കിലും ഈ സംഘടനയുടെയോ സിനിമയുടെയോ ഭാഗമായി ഉണ്ടെങ്കിലും അവർ ചെയ്യേണ്ടത് അതാണ്. അതിനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മൊഴിയെടുക്കലും ബാക്കിയുള്ള നിയമങ്ങളും ഒക്കെ എളുപ്പമായ സ്ഥിതിക്ക് ഇനി അവരെ സംബന്ധിച്ച് ചെയ്യേണ്ടത് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറണം. അവർക്ക് നിയമസഹായം ഉറപ്പാക്കണം എന്നുള്ളതാണ്. നിയമസഹായം ഉറപ്പാക്കണം എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു പോയിന്റാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കം ഉണ്ടാകണം. സർക്കാരിന്റെ ഭാഗത്ത് തങ്ങൾ വേട്ടക്കാരനോടൊപ്പം അല്ല, ഇരയോടൊപ്പമാണ് എന്നുള്ളൊരു തോന്നൽ കൂടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറകെ ഉണ്ടായാൽ മാത്രമേ ഇനിയും പല സ്ത്രീകളും സധൈര്യം പുറത്തു വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരു നിയമ പോരാട്ടത്തിനൊക്കെ തയ്യാറാവുകയുള്ളൂ. അത് ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും. ഭാവിയിൽ സിനിമാ മേഖല, ആ തൊഴിലിടത്തെ സ്ത്രീകൾക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരുടെയും ഇതൊരു ഗ്ലാമർ ഫീൽഡാണ്. മറ്റെല്ലാ ഫീൽഡിനെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ചൂഷണം ഈ ഫീൽഡിൽ കൂടുതലായിരിക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊന്ന് ശുദ്ധീകരിക്കേണ്ട ബാധ്യത സർക്കാരിന് കൂടെയുണ്ട്. ഇല്ലെങ്കിൽ വളരെ വലിയ നാണക്കേടിലേക്ക് നമ്മുടെ കേരളവും ഈ മലയാളത്തിന്റെ സിനിമാ ഫീൽഡും പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ ഈ കാര്യത്തിൽ അമാന്തമില്ലാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.